സ്റ്റേറ്റ്മെന്റ് അത് വെറും ചെറ്റത്തരാണ്. വിട്ടിട്ട് ജെന്യൂൻ ആയിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ പറ്റൂല. ഡിപ്ലോമസി വേണം. അതായത് രാജ്യങ്ങൾ വരെ അവിടെ ഡിപ്ലോമസി പറയുന്നത്. പിന്നെ ഒറ്റവാക്ക് പോകാൻ പറ്റൂ. ഈ മോള് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് വെറും ചെറ്റത്തരാണ്. അതാണ് ഞാൻ പറയുന്നത്, ചെറ്റത്തരം. എന്ത് ചെറ്റത്തരാന്ന് കേട്ടില്ല. രണ്ട് ഒപ്പീനിയൻ വരുന്നത്. കാരണം കുറച്ച് പ്രേക്ഷകർ പറഞ്ഞാൽ അത് ശരിക്കുള്ളതാണ്. ഇങ്ങനെ സദാചാരം ഉണ്ടായിച്ചത് അല്ല, അതല്ല പൊതുപ്പിനായിട്ട് നടന്ന സംഭവം. അപ്പോൾ അത് അനുമോൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ബിഗ് ബോസിൽ ലാലേട്ടൻ തന്നെ പറഞ്ഞു 5-6 മണിക്കൂർ അങ്ങനെ ഒരു സംഗതി അവിടെ എൻറ്റയർ ടീം തപ്പിയിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ അനുമോൾ സ്കാനർ വിളിച്ചിറക്കുക കണ്ണിനകത്ത് ഇത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു ആയിട്ട് അനുമോള് അനുമോളോ ടാഗ് കൊടുത്താ. അല്ല, അനുമോൾ ഇപ്പൊ എങ്ങനെ കാണിക്കുന്ന ഒരു പ്രകൃതി തെറ്റല്ലേ? തെറ്റാണ്. അതല്ല പറഞ്ഞ തെറ്റത്തരം കാണിച്ചത്. അല്ല, ഇപ്പൊ ബിഗ് ബോസ് പറഞ്ഞ ഭയങ്കര പബ്ലിക് ഷോ ആണ്. അതിന് OTT പ്ലാറ്റ്ഫോമിൽ ഇറക്കാൻ സ്ട്രീം ചെയ്യണ ഇതിൽ സാറ്റർഡേ എപ്പിസോഡിൽ വന്നിട്ട് അനുമോൾ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒന്ന് എന്താ പറയുന്നത്, OTT പ്ലാറ്റ്ഫോമിൽ സെൻസർഷിപ്പ് ഇല്ല കേട്ടോ. അവിടെ ഒന്നും കാണിക്കുക ഒരു വിഷയമൊന്നുമില്ല. അല്ല, അപ്പൊ അത്രയും കോൺഫിഡന്റ് ആയിട്ട് വന്നിട്ട് അനുമോള് പറയാണ് ഞാൻ കണ്ടു എന്ന് പറയുന്നത് നിലപാടിൽ സ്റ്റോറി പറഞ്ഞു സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് മാത്രം ചിന്തിച്ചാൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ അവരെ രണ്ട് ഇമേജ് അല്ലേ പുറത്തുനിന്ന് പോകുന്നത്. അത് കാണിക്കുന്ന ഗെയിം അങ്ങനെ തന്നെ ആൾക്കാർ അതിനുള്ളിൽ നിൽക്കുമ്പോൾ അറിയില്ലല്ലോ എന്താ പുറത്തിറക്കുന്നത്. അവർ ചിലപ്പോൾ അവർ പിടിച്ച മോനിൽ 10-9 അവരുടെ ഇമേജ് പോയി അത്രയാണ്. അവരുടെ ഒരിക്കലും എൻഡോസ് ചെയ്യാൻ പറ്റിയ കാര്യമൊന്നുമല്ലോ. ആൾക്കൂട്ട വിചാരണ ഈ സംഗതി എങ്ങനെ നമുക്ക് എനിക്ക് എന്തായാലും പേഴ്സണലി അങ്ങനത്തെ കാര്യങ്ങളോട് യോജിച്ചിരിക്കാൻ എന്താ അത് ചോദിക്കണം. ഉമ്മ വെച്ചാൽ എന്താ? പക്ഷെ ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ഉമ്മ വെക്കുന്നത് എന്റെ പൊന്നളെ, ഞാനും എന്റെ ഭാര്യയാണ് കഴിഞ്ഞ സീസണിൽ കയറിയപ്പോൾ ആദ്യം ഫ്രഞ്ചൈസ് ചെയ്ത് എന്റെ ഭാര്യ. അന്നില്ലാത്ത കോലാഹലങ്ങളാണ് ഇപ്പോൾ. അന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഭാര്യയാണെങ്കിൽ എന്താ വേറെ ആളെ ഉമ്മ വെച്ചൂടെ? എടാ ഇന്റെ ഇഷ്ടമാണ് ഞാൻ ആരും ഉമ്മ വയ്ക്കണം എന്നുള്ളത്. നീ ആരാണോ ഉമ്മ വയ്ക്കുക? അത്ര വലിയ സദാചാരമാണ് ബിഗ് ബോസിനകത്ത് നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് കൊടുക്കുന്ന മെസ്സേജ് എന്താ? ഒരു ലെസ്ബിയൻ കപ്പിൾ, ഒരു ജെൻഡർ റിവീൽ ചെയ്യാത്ത ഒരാൾ അവിടെ എന്തൊക്കെ വരുന്നു? അത്രയും ഫോർവേഡായിട്ട് ചിന്തിച്ച് അത്രയും എന്താ പറയുക പ്രോഗ്രസീവായിട്ട് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരും. അതിനകത്ത് ഇനി സദാചാരം കുലസ്ത്രീ കുലപുരുഷനും പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നവർ പിന്നെ അങ്ങനെ പോകും. അത്ര തന്നെ അല്ലാതെ പറയാനൊന്നുമില്ല. പിന്നെ മറ്റൊരു ഒപ്പീനിയൻ വരുന്നത് ജിസേലിൻ്റെ ഒരു കണ്ടന്റ് രീതി വരുന്നത് മലയാളി ഓഡിയൻസിന് ഡൈജസ്റ്റ് ആവുന്ന രീതിയിലല്ല വരുന്നത് എന്നുള്ളൊരു ഒപ്പീനിയൻ വരുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഒപ്പീനിയൻ അല്ല, കുറെ താത്തമാർ വന്നിട്ട് ഇങ്ങനെ ഒപ്പീനിയൻ പറഞ്ഞു. താത്താമാരും കുറച്ച് പ്രായമുള്ള ആൾക്കാർ എൻറ്റയർ കമ്മ്യൂണിറ്റിയെ താത്തമാർ വന്നിട്ട് അല്ല ഞാൻ കുറച്ച് പബ്ലിക് ഒപ്പീനിയൻ എടുത്തപ്പോൾ കുറച്ച് പ്രായമായ സ്ത്രീകളും കുറച്ച് താത്തമാരായ ഒരു താത്തയും ഉണ്ടായിരുന്നു, ഒരു ചേച്ചിയും ഉണ്ടായിരുന്നു. ഒരു ചേച്ചിയാകുമ്പോൾ അങ്ങനെ താത്തമാരായ വർഗീയത പറയും. വർഗീയത ഇല്ല ഇതില്. പിന്നെ താത്തമാരെന്ന് പറയുന്നത് വർഗീയത അല്ല. അപ്പൊ ഇങ്ങനെ രീതിയിൽ പറഞ്ഞ അങ്ങനെ ഒരു ഒപ്പീനിയൻ വരുന്നുണ്ട്. അതിനെന്താ പറയുക? ഈ പോയി ചോദിക്കുന്ന 1-2 ആളാണോ ഒപ്പീനിയൻ? ഞാൻ ഈ ഇപ്പൊ പറയാണ് എന്റെ വീഡിയോയുടെ അടിയിൽ ഒരു 800 കമന്റ് വന്നു. ഒപ്പീനിയൻ. ഞാൻ എന്റെ ചോദ്യം എന്താ, ഈ ഇങ്ങനെ ഒപ്പീനിയൻ വരുന്നുണ്ട്. അപ്പൊ സായിക്ക് എന്താ തോന്നുന്നത് മലയാളി ഓഡിയൻസിന്? ഞാനൊരു ഒപ്പീനിയൻ എപ്പോഴും എടുക്കുക. ഒന്നില്ലെങ്കിൽ എന്റെ അടുത്ത് പേഴ്സണലി ഒരാൾ ഒന്ന് പറയണം ബ്രോ ദിസ് ഈസ് മൈ ഒപ്പീനിയൻ. അല്ലെങ്കിൽ എന്റെ കണ്ണിൽ ഒരു 100 അല്ലെങ്കിൽ 50 ആൾ, ഇത് കോടിക്കണക്കിന് ആൾ കാണുന്ന ഷോ ആണ്, അറ്റ്ലീസ്റ്റ് 100 ആളെങ്കിലും പറയുന്നതിന്റെ ഒപ്പീനിയൻ ആയിട്ട് എടുക്കാൻ പറ്റും. ഒരാൾ പറയുന്ന ഒപ്പീനിയൻ ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന മൂവി റിവ്യൂ ഒപ്പീനിയൻ ആയിട്ട് എന്താ എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു വ്യക്തി പറയുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ വ്യൂവർഷിപ്പ് ഉള്ളടത്ത് ഒരു വ്യക്തി പറയുന്ന ഒപ്പീനിയൻ അല്ല, ആ വ്യക്തിയുടെ ഒപ്പീനിയൻ മാത്രമാണ്. ഈ ഇപ്പോൾ പറയുന്നത് എന്താ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞ് പോണത് 1-2-3 ആൾക്കാരുടെ അടുത്തല്ലേ? കോടിക്കണക്കിന് വ്യൂവേഴ്സ് ഉള്ള ഷോ ഉള്ള സമയത്ത് ഇത്രയും ആൾക്കാരുടെ അടുത്ത് പോകണില്ലല്ലോ ഒപ്പീനിയൻ എടുക്കാൻ. ഇല്ല. അപ്പം അത് അവരുടെ പേഴ്സണൽ പെർസ്പെക്റ്റീവാണ്. അത് അവർ പറഞ്ഞോട്ടെ, അതിനെന്താ പ്രശ്നം? ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഏതിന്? എനിക്ക് തുടക്കം മുതൽ ഫേവറേറ്റ് അല്ല, ബട്ട് എനിക്ക് ഗിസൈലിന്റെ ഗെയിം ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് ഗിസൈലിന്റെ ഗെയിം. എടാ അത് തന്നെ പുള്ളി ഡ്രസ്സിംഗ്. എടാ ഗിസൈൽ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റിന് എനിക്ക് താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞത് അണക്ക് കൊള്ളാൻ. കാരണം അനുമോള പ്രശ്നമല്ലേ? അനുമോള ഇയാൾ എടുത്തതല്ലേ? വിനു അല്ലേ പൈസ തന്നത്? എടാ മോനെ ഇയാൾ വിട്ടേ. അല്ല സി എനിക്ക് ഗിസൈലിന്റെ ഗെയിമിന് ഒരു എന്താ പറയാ മലയാളം ബിഗ് ബോസിൽ വന്നതിനേക്കാൾ കുറച്ചും കൂടി ഒരു ലെവൽ ഓഫ് ഗെയിം തോന്നുന്നുണ്ട്. ആരിൻ്റെ ഗെയിം അങ്ങനെയാണ്, പക്ഷെ നമ്മളുടെ കണ്ടസ്റ്റൻസ് ആരും ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല. അക്ബർ സൂപ്പർ ഗെയിമറാണ്, ഷാനവാസ് അടിപൊളിയാണ്. ഇതിനൊക്കെ വിട്ടു നോക്കുമ്പോൾ അനീഷ് അതിലും സൂപ്പറാണ്. ഇത്രയും ഗെയിമേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് പേഴ്സണലി കണക്റ്റ് ആവുന്ന
കുറച്ച് ആസ്പെക്ട്സ് ഉണ്ട് അതിനകത്ത്. അത് ഈ 5 പേരിൽ ആര് വേണമെന്നുണ്ടെങ്കിലും ആവും. സായി ബ്രോ വൈൽഡ് കാർഡിൽ നിന്ന് കയറിയ ഒരു കണ്ടസ്റ്റന്റ് ആണ് കഴിഞ്ഞ സീസണിൽ. ഈ പ്രാവശ്യം വൈൽഡ് കാർഡിൽ ഒരു 5 പേര് കയറിയായിരുന്നു. അതിൽ മസ്താനി, ജിഷൻ, അങ്ങനെ കുറച്ച് പേര്. അപ്പോൾ അവരൊക്കെ പുറത്ത് നടന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവർ ട്രിഗർ ചെയ്യാൻ പുറത്തുനിന്ന് നടന്ന കാര്യങ്ങൾ പറയരുത് എന്നുള്ളത് ഒരു റൂൾ ഉണ്ട് എന്നുള്ളൂ. ആ റൂളിന് ഇപ്പം ഞാൻ പുറത്തുനിന്ന് കയറിയ ഒരു കാര്യം പറഞ്ഞതാണ്. ഇന്ന് 2 ആഴ്ച നോമിനേഷൻ കിട്ടും. മസ്താനിക്ക് അതെല്ലാം കിട്ടി, അത് കിട്ടാൻ പോകുന്നുള്ളൂ. ഫാമിലിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അത് മോശം പരിപാടിയാണ്. അത് ചെറ്റത്തരം എന്ന് പറയുകയും മസ്താനി ചെയ്തത് തെറ്റത്തരം. പിന്നെ വെറും തെണ്ടിത്തരാണ് മസ്താനി ചെയ്തത്. എന്ത് പരിപാടി കാണിച്ചത്? അങ്ങനെയാണെങ്കിൽ പേഴ്സണലിസ്റ്റ് ബിഗ് ബോസിൽ വന്നിട്ട് കണ്ടന്റ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല. പേഴ്സണൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് അയാളെ ഇടിച്ചു കുത്തി താത്തി അയാളുടെ ഇൻ്റർവ്യൂ എടുക്കുക, അയാളുടെ എല്ലാ ചോദ്യങ്ങളും ചോദിക്കുക, അയാളുടെ പേഴ്സണൽ ലൈഫ് മൊത്തം ചെക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ പോയിട്ട് പോസിറ്റീവ് കാര്യമാണോ പറഞ്ഞത്? അല്ല, ഞാൻ കഴിഞ്ഞ സീസണിൽ പറഞ്ഞത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഒരു കണ്ടസ്റ്റൻറ്റ് കയറി വരികയാണെങ്കിൽ കയറി ഒന്നോട്ടേന്നാണ് പറഞ്ഞത് നമ്മൾ. അല്ലാതെ അവിടെ പോയിട്ട് അയാളെ അടിച്ച് കുത്താൻ വേണ്ടിയുള്ള പരിപാടിയില്ല. ഇതെന്തൊക്കെയാണ് പോയിട്ട് പറയുന്നത്? റെന ഫാത്തിമേൻ്റെ ബോയ് ഫ്രണ്ട്, അനുമോളെ ബോയ് ഫ്രണ്ട്, ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഗെയിം ഒരു ക്രൂക്കഡ് ഗെയിമാണ്. അതൊരു ബിഗ് ബോസ് മെറ്റീരിയലിനുള്ള ഗെയിമുമാണ്. പക്ഷെ അത് എനിക്ക് പേഴ്സണലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ജിസേലിന്റെ കൾച്ചർ വേറെ അത് മലയാളി പ്രേക്ഷകർ മലയാളിയാടാ, മലയാളിയാണെങ്കിലും വേഷവിധാനത്തിന് എന്താ കുഴപ്പം? അവിടെ ആദിലാനോറ നടക്കുന്നില്ലേ? അവരുടെ വേഷവിധാനം ഗിസേലിന്റെ വേഷവിധാനം തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഞാൻ കണ്ടിട്ടില്ല ഒരു വ്യത്യാസങ്ങൾ. കണ്ടിട്ടുണ്ടോ? ഒരേപോലെയല്ലേ ഒരു വസ്ത്രം ധരിക്കുന്നത്? അപ്പോൾ അത് മലയാളി, രണ്ടും മലയാളികളല്ലേ? ഗിസേൽ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇവിടെ എല്ലാതല്ലേ ഉള്ളൂ. ഗിസേൽ മലയാളി ആയതുകൊണ്ടല്ലേ ഷോ കൊടുന്നത്. പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. രേണുസുതി ബിഗ് ബോസ് മെറ്റീരിയൽ എല്ലാം തോന്നുന്നു. രേണുസുതി പാവടെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. മേ ബി ഇനിയും ചിലപ്പോൾ അവരെന്ത് ചെയ്യാം, പുറത്തിറങ്ങിയിട്ട് അവരുടെ ജീവിതമാർഗമായിട്ട് പല കാര്യങ്ങളും ചിലപ്പോൾ പറഞ്ഞത് പറയാതെ ഒക്കെ പറയുന്നുണ്ടാവും. ഒന്നും വേണ്ട, നിങ്ങൾ പണ്ട് പോയ മാതിരി ആയിരുന്നോ എയർപോർട്ട് പോയപ്പോൾ രേണുസുതി ഇപ്രാവശ്യങ്ങളോട് ബിഹേവ് ചെയ്തത്? ഇല്ലല്ലോ. അവർ ബേസിക്കലി ഔട്ടാണ്. എനിക്ക് തോന്നുന്നത് അവർ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ലാത്തതുകൊണ്ട്. പിന്നെ ഒരു മനുഷ്യനല്ല, നമുക്കറിയാനകത്ത് പോയാൽ ഭക്ഷണം കിട്ടില്ല, അവർ മറ്റേ അരി പെറുക്കി തിന്ന്, പഞ്ചസാര മാത്രം തിന്ന്. ട്രോമ എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ പറ്റുന്നില്ല ഒരു മനുഷ്യൻ്റെ ട്രോമ എങ്ങനെയാണ് വരിക. അവർ ട്രോമ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ട്രോമ മാറിയിട്ട് അവർ പിന്നെ നിങ്ങളെ മുന്നിക്കുള്ളവർ വരിക. കണ്ടന്റ് തന്നെ പുള്ളിക്കാരി ഓടി ഇറങ്ങിപ്പോയി. അവർക്ക് അത്രേ ഉള്ളൂ. അവർക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് പോരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവരത് പോകുന്നു. അവർ കംഫർട്ടബിൾ അല്ല അവിടെ ഒട്ടും. അവരെന്നെ പറയുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം ഈ ചാൻസ് ഉണ്ടാക്കിയ രേണുസുതി എത്ര കൊല്ലത്തെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കി? ഒരു 1.5 വർഷം അവർ അധ്വാനിച്ചില്ലേ? അത് കാണാതിരിക്കാൻ പറ്റുമായിരിക്കും? ഇല്ലല്ലോ. ഈ 1.5 വർഷത്തെ ഒരു അധ്വാനമാണ് അവരവിടെ എത്തിയത്. അപ്പോൾ വേറെ ആളെ ചാൻസ് എങ്ങനെ കളയിലാവുക? ആ 1.5 വർഷത്തെ അധ്വാനമാണ്. 1.5 വർഷത്തെ അധ്വാനം ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ആര് അല്ല, ആര് എന്താണ് സ്വയം ഓണറിനോട് വന്നിട്ട് ഞാൻ ബിഗ് ബോസിൽ പോകാനല്ല 1.5 വർഷം അധ്വാനിച്ചെന്ന് പറയുമായിരിക്കും. അഖിൽമാരടക്കം ഇവിടെ പോയ എല്ലാവരും വർഷാവർഷം ഇൻ്റർവ്യൂ കൊടുത്ത് അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം കയറിപ്പോയാൽ ഒറ്റ കോളിൽ കയറിപ്പോയ ആരാളുള്ള ഇതെന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ഇല്ല. ഒറ്റയ്ക്ക് കയറിപ്പോയ ഒരാളില്ല. ഈ സീസണിലാണെന്നുണ്ടെങ്കിലും പ്രീവിയസ് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് ബാക്കി സീസണുകളിലൊക്കെ ഇൻ്റർവ്യൂ ഇതൊന്നും മറ്റേ ഈ അഭിമാനക്ഷതം കാരണം പുറത്തു പറയില്ല. അപ്പം ഞാൻ സീസൺ 5 ഞാൻ ഓഡീഷൻ കൊടുത്ത ഒരാളാണ് അല്ലേ. 4 ഒരു കോളിൽ ഞാൻ അങ്ങോട്ട് ശ്രമിച്ചിട്ടുണ്ട്. 5 ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് ഇൻ്റർവ്യൂ എടുത്ത് വെച്ചൊരു മനുഷ്യനാണ്. 6 ഞാൻ കയറി. എല്ലാവരും അങ്ങനെ തന്നെയാണ് കയറുന്നത്. അല്ല ഒരു 1 ഷോട്ട് വെച്ചിട്ട് ആർക്കാണ് കിട്ടലിവിടെ? വളരെ റെയർ ചാൻസേ ഉണ്ടാവുള്ളൂ. ഇത് പുറത്ത് പറയില്ലെങ്കിൽ ആയുള്ള പ്രശ്നമാണ്. അവർ അധ്വാനമാണ്. അവരെങ്ങനെ പുറത്ത് പറയാൻ പറ്റും? ഇപ്പം നിങ്ങൾ തന്നെ വീഡിയോ എടുക്കണം. ഈ യൂണിവേഴ്സിൽ പെട്ട 6 ബാക്കി എല്ലാവർക്കും അവരുടെയൊക്കെ എൻ്റെ ഒക്കെ ആവശ്യം ബിഗ് ബോസ് പോകണം. ഇത് ചെറിയ പരിപാടിയില്ലല്ലോ. ഒന്നും വേണ്ട. നീലക്കോയിൽ നിങ്ങളെ കൂട്ടത്തിൽ വിളിച്ചാൽ പോകില്ലേ? അവനോട് ചോദിച്ചു നോക്കൂ. അന്നെ വിളിച്ചേക്ക് പോകില്ലേ? ഞാൻ പോകില്ല. ഞാൻ ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് തോന്നിയിട്ടില്ല. കുഴപ്പമില്ല, എനിക്ക് വെളുപ്പിക്കാൻ പറ്റും തുടങ്ങില്ല ആരെങ്കിലും. അല്ല, ഇത് ഇനി ഈ ആര്യൻ ജിസയിൽ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു ലവ് ട്രാക്ക് ഇതിൽ പോകാൻ ചാൻസ് ഉണ്ടോ? അനുമോൾ പ്രമേയം വരും ചിലപ്പോൾ. ആര്യൻ ജിസയിൽ ഇപ്പോൾ ലവ് ട്രാക്ക് ആണെന്ന് ആണെന്ന് ഇപ്പൊ ആണെന്ന രീതിയിലാണ് ഉത്തരം കൊടുത്തത്. ലവ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും പ്രിട്ടൻഡ് ചെയ്യാം. ഞാനാ പ്രിട്ടൻഡ് ചെയ്യുന്നത്. അവർ ചെയ്തു എന്നല്ല പറയും, ഞാൻ പ്രിട്ടൻഡ് ചെയ്യാം. മനസ്സിലായോ? എന്റെ പെർസ്പെക്റ്റീവാണ്. വരാം, ലവ് ട്രാക്ക് വരാം. എന്താ കുഴപ്പം? എന്താ ഈ ഷോനകത്ത് ലവ് ട്രാക്ക് പാടില്ല? നിലവിൽ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. ആയിരിക്കാം, വരാം, ചാൻസ് ഉണ്ട്. അതിനിപ്പോ എന്താ കുഴപ്പം? ഇപ്പൊ അതുപോലെ തന്നെ കോമൺ ആയിട്ട് വന്ന അനീഷ് റോബിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ ഇപ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തതിന്റെ അങ്ങോട്ട് കൊണ്ട് നടക്കുന്നു. പെട്ടിയും പിടിച്ച് സെൽമീത ആൻസറിൽ അന്നുള്ള അനീഷ് തന്നെയാണ് ഇപ്പോഴുള്ള അനീഷ്. എന്താ മാറ്റേക്ക്?
അയാൾ അന്നും ഇതന്നെ ഞാൻ പറയാം എന്തെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അന്നും അയാൾ അങ്ങനെ കണ്ടു. ഇപ്പോഴും ഞാൻ ആ കണ്ടന്റ് തന്നെ അയാൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റം അയാളൊന്നും മാറിയിട്ടില്ല. പിന്നെ എങ്ങനെ രജിത് കുമാർ റോബിൻ എന്നൊക്കെ പറയാൻ പറ്റും? ഒരിക്കലും ഇല്ല. അയാൾ ആ എന്താണോ അനീഷ്, ആ അനീഷ് ആൾക്കാരെ കൺവിൻസ് ചെയ്യുക, അയാൾ പിടിച്ച സ്റ്റബേണായിട്ടുള്ള അഡവൻ സ്റ്റാൻഡ് നിൽക്കുക. ഡേ 1 മുതൽ അനീഷ് കൊടുക്കുന്ന കണ്ടന്റ് എന്താ? സെയിം കണ്ടന്റ് അല്ലേ? രാവിലെ എണീക്കുക, പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്യുക, ഒരേ സ്ഥലത്തിരിക്കുക, വാശി പിടിക്കുക, അടുക്കളയിൽ പോവുക, ആദ്യത്തെ അടി ഉണ്ടാക്കുക, ഫസ്റ്റ് കണ്ടന്റ് എടുക്കുക. അത്ര തന്നെയുള്ളൂ അനീഷുള്ളൂ. അന്ന് മുതൽ ഇതുവരെ അനീഷ് അതന്നെയല്ലേ ചെയ്യണേ. അത് ബാക്കി കണ്ടസ്റ്റൻസിന് പൊട്ടിക്കാൻ പറ്റാത്ത അനീഷിന്റെ വിജയം. അല്ലാതെ അയാൾ ആരും ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നു. അല്ല, ഈ നടക്കുന്നത് മാത്രം റോബിനാണ് അവിടെ നടക്കുക, എക്സസൈസ് പോലെ പേടിച്ച് നടന്നായിരിക്കും ബാക്കി കണ്ടസ്റ്റന്റ് പിന്നാലെ വരുന്നത്. അനീഷ് അങ്ങനെ നടന്നൊന്നല്ല. റോബിനോട് ചോദിച്ചാൽ മതി, ചിലപ്പോൾ ക്യാമറേന് മുന്നേ പറയും. റോബിൻ പേടിച്ച് നടന്നാണ്. എടാ ആയിരിക്കടാ, ബാക്കിൽ ഇത്രയും ആൾക്കാർ വരുമ്പോൾ പിന്നെ ഇതിന് ഉത്തരം കൊടുക്കേണ്ടവരും നടക്കൂല മനുഷ്യൻ. അങ്ങനെ ഞാൻ അപ്പം എൻ്റെ പിന്നാലെ കൂടി ഈ അണക്ക് എനിക്ക് തരാൻ ഉത്തരവില്ല, ഇയാൾ നടക്കില്ല, വെച്ച് വിടല് നടക്കൂല്ലേ? അനീഷ് നടക്കുന്ന എങ്ങനെയാ? ഇങ്ങനെ പോകും, അവിടെ എങ്ങനെ റിട്ടേൺ അടിച്ച് ഇങ്ങോട്ട് വരും ഇല്ലേ? എടാ അങ്ങനെ അനീഷ് നടക്കുന്ന പാറ്റേണും ബാക്കി കണ്ടസ്റ്റൻസ് നടന്ന പാറ്റേണും നോക്കി. ബാക്കിയുള്ളവർ ഇങ്ങനെ വിട്ടാൽ വീട് ഫുള്ള് ചുറ്റലാ. അനീഷ് ഇങ്ങനെ പോകും, അവിടുന്ന് യൂട്ട് അടിച്ച് ഇങ്ങനെ തിരിച്ചു വരും. അനീഷിനെ പറയാനുള്ളവർ ഇങ്ങനെ പോയി ഇങ്ങനെ വട്ടം കറങ്ങി പിന്നാലെ വന്നുകൊണ്ടിരിക്കും. അത് നടത്തം, അത് ഞാൻ സമ്മതിച്ചു. ബാക്കിയുള്ളവരെ പിന്നാലെ നടത്തുക. ബാക്കിയുള്ളവരെ നടത്തം എന്തായിരുന്നു? ഓരെങ്ങനെ നടന്ന് എനിക്ക് തോന്നിയില്ല. അതൊരു അയാളുടെ ഒരു യുണീക്ക് സാധനമാണ് അയാൾ. അത് അയാൾ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അത് പോയ വൈൽഡ് കാർഡിനും പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല. അത് അയാളെ കണ്ടന്റിന്റെ ക്വാളിറ്റി. അപ്പൊ അടുത്ത ഞായറാഴ്ച ആര് പോകും ആസ് എ വ്യൂവർ എന്ന നിലക്ക്? എനിക്ക് ഞാൻ ആര് പോകുന്നു പറയാമല്ലോ. എനിക്ക് പോകാൻ താല്പര്യമുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞു. എനിക്ക് അതിനകത്ത് ഒനിയിൽ പോകണം താല്പര്യമുണ്ട്, മസ്താനി പോകണം താല്പര്യമുണ്ട്. ഒനിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, മസ്താനി എന്താണ് പറഞ്ഞത്? ഒനിയിൽ എന്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അല്ല, കണ്ടന്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് പോകുന്ന പറയാം. മസ്താനി എന്തെങ്കിലും രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഇതിനോട് ചോദിച്ചാൽ എന്താ താല്പര്യം ഉണ്ടോ? ഇല്ല, താല്പര്യമില്ല. എനിക്ക് ആ രണ്ടാളുടെയും കണ്ടന്റ് ഇഷ്ടമല്ല. മസ്താനിയുടെ ഒരു ലേറ്റ് വേർഷനാണ് റന ഫാത്തിമ എന്ന് പറയുന്നത്. അല്ല, റന ഫാത്തിമ അങ്ങനെ ആരുടെയും ലൈറ്റും ഡാർക്കും